പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം ഈ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഈ സംഘർഷത്തിൽ ഇന്ത്യക്ക് വന്ന നാശനഷ്ടങ്ങളെ കുറിച്ചൊക്കെ പല ക്വസ്റ്റ്യനുകളും ചോദിക്കുന്നുണ്ട്. ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടതോ അതോ ശരിക്കും വിദേശ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ പറയുന്നത് പോലുള്ള വാദം ശരിയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും ഈ ചോദ്യം ശരിയാണോ അതോ ഇപ്പം ചോദിക്കേണ്ട ചോദ്യം തന്നെയാണോ? എനിക്ക് പലപ്പോഴും വലിയ അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഈ രാഹുൽ ഗാന്ധി ഇത് ആരാണ് ഇങ്ങനെ അവരുടെ PR വർക്കുകൾ ചെയ്യുന്നത്, ഉപദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ആരാണ് ഈ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, പല യുദ്ധങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. കാർഗിലടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ യുദ്ധങ്ങൾ ഉണ്ടായപ്പോൾ ആ യുദ്ധങ്ങളിൽ പലപ്പോഴും ഇന്ത്യക്കാർക്കായിട്ട് സൈനികർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല കാര്യങ്ങളുണ്ടാവും. ഒരു യുദ്ധമാകുമ്പോൾ നമുക്ക് ഒരു നഷ്ടവുമില്ലാതെ ജയിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ നാട്ടിലെ ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, ഇനി അഥവാ ചോദിച്ചിരുന്നുവെങ്കിൽ പോലും ഞാൻ പറയുന്നത് ഇക്കാലത്ത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ ഒരു രാജ്യസ്നേഹം എന്ന് പറയുന്നതൊക്കെ ആളുകളുടെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ദേശീയതയൊക്കെ കൃത്യമായി നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കോൺഗ്രസ്സിന് നഷ്ടമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസ് ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു തന്ത്രപരമായിട്ടുള്ള പിഴവ് പറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇനി ചില ചോദ്യങ്ങളൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇപ്പം രൺദീപ് സിംഗ് സുർജേവാല എന്ന് പറയുന്ന അവരുടെ രാജ്യസഭാ മെമ്പർ, അവരുടെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ, ഒരു തവണ ഒരു കേന്ദ്ര ഗവൺമെൻറ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് ഞങ്ങൾ അവരുടെ മറ്റേ സൈനിക താവളങ്ങളോ അല്ലെങ്കിൽ മറ്റേ സാധാരണ സിവിലിയൻസിനെയോ ഒന്നും ആക്രമിച്ചിട്ടില്ല, പകരം ഭീകരരുടെ താവളങ്ങൾ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞൊരു പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിരുന്നു. അപ്പോൾ അതല്ലെങ്കിൽ പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഭീകരരുടെ കേന്ദ്രങ്ങളെ ആക്രമിച്ചത് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണോ എന്നുള്ള നിലക്കുള്ള ചോദ്യങ്ങളൊക്കെ വരെ ഉണ്ടാകുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അപലപനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? കോൺഗ്രസ് കഴിഞ്ഞ 2024 എങ്ങനെയാണ് ലോക്സഭയിലേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, 2024 ലോക്സഭയിലേക്ക് 2014 കമ്പയർ ചെയ്താൽ കോൺഗ്രസിന് കൂടിയത് 3 കോടി വോട്ടുകളാണ്. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഏതാണ്ട് 10 കോടിയോളം വരുന്ന വോട്ടുകൾ ഉണ്ടായിരുന്നത് 13 കോടിയോളം വരുന്നത്, അതായത് 30% വരുന്ന ഇൻക്രീസിലേക്ക് കോൺഗ്രസ് എത്തി. ഇത് കോൺഗ്രസ് എങ്ങനെയാണ് എത്തിയതെന്ന് കോൺഗ്രസ് കൃത്യമായി പഠിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. ആ എത്തിയത് അവരിപ്പോൾ ഇന്ത്യയിലെ അയോധ്യ എന്ന് പറയുന്ന ക്ഷേത്രം പണിതതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ തന്നെ അതിലേക്ക് ചെന്ന് തലവെച്ചു കൊടുക്കുകയല്ല കോൺഗ്രസ് ചെയ്തത്. അല്ലെങ്കിൽ ധ്രുവറാത്തിയെ പോലെ, ആശിഷ് ബാനർജിയെ പോലെയുള്ള നിരവധി യൂട്യൂബ് ചാനലുകളടക്കം, രവീഷ് കുമാറിനെ പോലെയുള്ള യൂട്യൂബ് ചാനലുകളടക്കം കൃത്യമായി ഉയർത്തിക്കാട്ടിയത് ജനങ്ങൾ അടിസ്ഥാനപരമായി നേരിടുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അവരുടെ തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ അവരുടെ ദാരിദ്ര്യം, അവരുടെ പെട്രോളിൻ്റെ വിലക്കയറ്റം, ഇത്തരം കാര്യങ്ങളാണ് ഉയർത്തിക്കാട്ടിയത്. ഈവൻ കർണാടക തെരഞ്ഞെടുപ്പിൽ പോലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, കർണാടക KPCCയുടെ ഫ്രണ്ടിൽ അന്ന് വലിയ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ചിത്രം വെച്ചിരുന്നു. ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ചിത്രത്തിനടുത്ത് എന്ന് വേണം എല്ലാ നേതാക്കന്മാരും സൗണ്ട് ബൈറ്റുകൾ കൊടുക്കാൻ എന്നുള്ളത് കൃത്യമായി അവിടെ ചട്ടം കിട്ടിയിരുന്നു. അങ്ങനെ ചട്ടം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബൈറ്റുകളുടെയും ബാക്ക്ഗ്രൗണ്ടായി വരുന്നത് ഈ പറയുന്ന ഗ്യാസ് സിലിണ്ടറാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം മാധ്യമങ്ങളെ കാണും. അപ്പോൾ തീർച്ചയായിട്ടും 400 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടറിന് 1000 രൂപയാക്കിയില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യം അവർ നിരന്തരമായി ഉയർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, അതിനും അപ്പുറം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ, അതായത് സ്ട്രാറ്റജിക്കായ തന്ത്രപരമായ വലിയ പിഴവുകൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ പോലെയുള്ള ആളുകൾ കാണിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അത് തെറ്റോ ശരിയോ ഇപ്പം ചോദിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കും അപ്പുറം ഇത് രാഷ്ട്രീയം കൂടിയാണ്. ആ രാഷ്ട്രീയത്തിൽ ഇതിന് വലിയ തോതിൽ തിരിച്ചടി നേരിടേണ്ടി വരും. ഇത് യഥാർത്ഥത്തിൽ ഇപ്പം ഇത് മാത്രമല്ല, ഇപ്പം ശശി തരൂരിൻ്റെ വിഷയത്തിലൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നത്, ഒരു സംശയമില്ല കാര്യത്തിൽ. അതുകൊണ്ട് തന്ത്രപരമായി കോൺഗ്രസ് ഇതിനെയൊക്കെ നേരിടുന്നതിൽ വലിയ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. സാറിപ്പോൾ പറഞ്ഞു തരൂരിൻ്റെ കാര്യത്തിലും കോൺഗ്രസിന് പിഴവ് പറ്റിയെന്ന്, അതെന്താണെന്ന് വിശദീകരിക്കാം. വളരെ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ കയ്യിലേക്ക് മുമ്പിലേക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സുവർണാവസരം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു യഥാർത്ഥത്തിൽ ശശി തരൂർ എന്ന് പറയുന്നത്. എന്താ കാര്യം?
ഇന്ത്യയുടെ നയതന്ത്ര രംഗത്ത് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഉണ്ടാക്കി എന്ന് നമ്മൾ വളരെ വിശദമായി കേട്ടിരുന്ന വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമുണ്ട്, അല്ലെങ്കിൽ ഒരു ലോക ഗുരുവായി ഇന്ത്യ മാറുന്നു എന്നൊക്കെയുള്ള കൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ കൺസെപ്റ്റുകൾക്ക് വലിയ തോതിൽ വീഴ്ച വന്നു ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്ക നമ്മളെ പഴയതുപോലെ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നില്ല, നമ്മുടെ വീഡിയോകളിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പതുക്കെ നമ്മളെ കൈയൊഴിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നു. പാകിസ്ഥാനും അതുപോലെ ഇന്ത്യക്കും ഇടയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു മിഡിൽ പാത്ത് എടുത്തു. അതുപോലെ തുർക്കി എന്ന് പറയുന്ന ഒരു രാജ്യം, ആ തുർക്കി എന്ന് പറയുന്ന രാജ്യം കൃത്യമായിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. അസർബൈജാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും പാകിസ്ഥാനെ കൃത്യമായി സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ലോക രാഷ്ട്രങ്ങളിലടക്ക് തന്നെ നമുക്ക് നേരത്തെ കിട്ടുമായിരുന്നു എന്ന് വിചാരിച്ചിരുന്ന അത്രയും വലിയ പിന്തുണ കിട്ടിയില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ പിന്തുണ നേടാൻ നരേന്ദ്രമോദി 72 തവണ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലം 9 കൊല്ലങ്ങൾ കൊണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, 10 കൊല്ലങ്ങൾ കൊണ്ട്. അപ്പോൾ അങ്ങനെ ആ 72 രാജ്യങ്ങൾ സന്ദർശിക്കുകയും രാജ്യങ്ങളുടെ ഈ ലോകതലത്തിൽ തന്നെ ഈ മോദിയുടെ നയതന്ത്രജ്ഞതയ്ക്ക് വലിയ അംഗീകാരം കിട്ടുകയും ചെയ്തു എന്ന് തോന്നലിൽ നിന്ന് അതിനൊരു ചെറിയ പാളിച്ച ഉണ്ടായോ എന്ന് ആളുകൾ സംശയിക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ US പോലെയുള്ള ഒരു വലിയ രാജ്യത്തേക്ക് അവിടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശശി തരൂരിനെ പോലൊരാളെ അയക്കുന്നത്. അപ്പോൾ ശശി തരൂരിനെ പോലൊരാളെ അയക്കുമ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി വളരെ കൃത്യമായി പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ആളുകളെ എടുക്കായിരുന്നു, ചെറിയിപ്പിക്കുകയായിരുന്നു. കാരണം എന്താ, ഇപ്പം ഈ പറയുന്ന ജോൺ ബ്രിട്ടാസിനെ എടുത്തു, അതുപോലെ തന്നെ ശശി തരൂരിനെ എടുത്തു, അതുപോലെ ഇപ്പോൾ അഭിഷേക് ബാനർജിയെ കൊണ്ടുപോയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന്. അഭിഷേക് ബാനർജിയെ പക്ഷേ ഇവർ കൊടുത്താണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ DMKയിൽ നിന്ന് ഈ പറയുന്ന കനിമൊഴി കരുണാനിധി എടുത്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെല്ലാം കൃത്യമായി ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്തതിൽ വെച്ച് 7 സംഘങ്ങളാണ് ഇതിൽ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഘം എന്ന് പറയുന്നത് US പോകുന്നതാണ്. ആ US പോകുന്ന സംഘത്തിൻ്റെ തലവനാരാണ്? ശശി തരൂരാണ്. ഇപ്പം ജോൺ ബ്രിട്ടാസിനെ അയക്കുമ്പോൾ അവരാരും എതിർപ്പ് പറഞ്ഞില്ല. CPMൻ്റെ MA ബേബിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എതിർപ്പ് പറഞ്ഞോ? ഇല്ല. അതേസമയം കനിമൊഴി കരുണാനിധി എടുക്കുമ്പോൾ DMK കൃത്യമായി BJP എതിർക്കുന്നതല്ലേ, പക്ഷേ എതിർപ്പ് പറഞ്ഞില്ല. പകരം ഞങ്ങളുടെ കൂടി ഒരാളുണ്ട് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഏറ്റവും വലിയ അവസരം കിട്ടിയത് കോൺഗ്രസിനല്ലേ. കോൺഗ്രസ് കൊടുക്കുന്ന ലിസ്റ്റിൽ 1-ാം പേരുകാരനായി ശശി തരൂരിനെ ഉൾപ്പെടുത്തുകയും ആ ശശി തരൂരിനെ ഉൾപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് മുഴുവൻ കൃത്യമായൊരു മെസ്സേജ് രാജ്യത്തോട് പറയാൻ, വലിയ പ്രൊപ്പഗാൻഡ ചെയ്യാൻ അവസരം കിട്ടുമായിരുന്നു. എന്തായിരുന്നു അവസരം? നരേന്ദ്രമോദിക്ക് പോലും കഴിയാതിരുന്ന ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളുടെ ശശി തരൂരിനെ അയക്കുന്നു എന്ന് പറയാനുള്ളൊരു ചാൻസ് കിട്ടുമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. കേരളം മുഴുവൻ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ മണ്ഡലത്തിലും ഒക്കെ തന്നെ ശശി തരൂരിൻ്റെ വലിയ കട്ടൗട്ടുകളും ഫ്ലെക്സുകളും വെക്കാൻ കഴിയുമായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ നേതാവിന് നിങ്ങൾക്ക് വേണ്ടി വന്നു എന്ന് പറയാൻ. അപ്പോൾ അത്രയും മിടുക്കന്മാർ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടെടുത്ത് ഞങ്ങളിതാ വിജയിക്കാൻ പോകുന്നു എന്ന് പറയാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു ചാൻസ്, വലിയൊരു അവസരം കോൺഗ്രസ് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തി. ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും, നിങ്ങളൊന്ന് ആലോചിക്കണം, ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ ശബ്ദം ഉയർത്തിയില്ല. ഇപ്പം എന്താ സംഭവിച്ചേക്കുന്നത്? ഇപ്പം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ മിടുക്കിന് ആളുകൾ ഒന്നുകൂടി കൈയടിച്ചു. കാരണം എന്താ, നാളെ ഇപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പം നമുക്കറിയാമല്ലോ, ആൻ്റോ ആൻ്റണിയെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു MP-യെയോ ഈ സംഘത്തിന് വേണ്ടി ഇത്തരത്തിൽ നിയമിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതിനുവേണ്ടി ഏറ്റവും മിടുക്കനായ വിദേശകാര്യ വിദഗ്ധനായിട്ടുള്ള UN വർക്ക് ചെയ്തിട്ടുള്ള ശശി തരൂരിനെ കൃത്യമായി അവർ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഇപ്പം നമുക്കറിയാലോ, കേരളത്തിൽ നിന്ന് തന്നെ ഇപ്പം CPMൻ്റെ മറ്റേതെങ്കിലും MP-മാരെ എന്തുകൊണ്ടാണ് എടുക്കാത്തത്? എന്തുകൊണ്ടാണ് A റഹീമിനെ എടുക്കാതെ? എന്തുകൊണ്ടാണ് കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ ഇപ്പം എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജോൺ ബ്രിട്ടാസിനെ എടുത്തത്? അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി അവിടെ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന, അവരുടെ ചോദ്യങ്ങളോട് വർത്തമാനം പറയാൻ അറിയാവുന്ന ഒരാളെ തന്നെ ആയിരിക്കണം എന്ന് തീരുമാനിച്ചു. ഇനി ഈ നയതന്ത്രജ്ഞ ടീമിൻ്റെ ദൗത്യം എന്താണ്? ദൗത്യം എന്ന് പറയുന്നത് അവിടെ ചെന്ന് അവിടുത്തെ ഒരു സാധാരണപ്പെടുന്ന നമ്മുടെ ഇവിടെ നിന്ന് ഒരു വിദേശകാര്യമന്ത്രി പോകുന്നു, അവിടുത്തെ വിദേശകാര്യമന്ത്രിയെ കണ്ടിട്ട് വരുന്നു. അങ്ങനെയല്ലേ ഇതിപ്പോൾ വിദേശകാര്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരെ എല്ലാവരെയും കാണുന്നു, കൂടുതൽ അൺഒഫീഷ്യലായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നു, അവിടുത്തെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധിജീവികളെ കാണുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നു. അങ്ങനെ ഏതാണ്ട് കണ്ടിന്യൂസ് ആയി നിരന്തരമായിട്ടുള്ള ഒരു 7-8 മീറ്റിങ്ങുകൾ കാണുന്നു. അതായത് ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഒരു പബ്ലിക് ഒപ്പീനിയനെ
സ്വരൂപിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെ ലീഡ് ചെയ്യാൻ കഴിയുന്ന ആളുകളെ മഹാഭൂരിപക്ഷം പേരെയും നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുവഴി യഥാർത്ഥത്തിൽ ഇനി അവിടുത്തെ ഭരണകൂടത്തിന് എന്തെങ്കിലും അതിർത്തി ഉണ്ടെങ്കിൽ പോലും അവർക്ക് പോലും മാറി ചിന്തിക്കേണ്ടി വരുന്ന രീതിയിലേക്ക് ഒരഭിപ്രായം മാറ്റാൻ കഴിയും. അപ്പോൾ അങ്ങനെ കഴിയാവുന്ന ഒരു ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടീമിൻ്റെ 7 പേരാണ് തലവന്മാരുള്ളത്. പക്ഷേ 7 പേരിൽ യഥാർത്ഥത്തിൽ ബാക്കിയുള്ളവരുടെ പേരുകൾ പോലും ജനത്തിനറിയില്ല. പക്ഷെ അറിയാവുന്ന ഏറ്റവും വലിയ പേര് ശശി തരൂരിൻ്റെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ ഈ പഹൽഗാം അറ്റാക്കും അതിനുശേഷം പാകിസ്ഥാനുള്ള എതിർപ്പൊക്കെ വരുമ്പോൾ ഏതൊരു രാജ്യത്തും ഉണ്ടാകുന്ന പോലെ വലിയ തോതിൽ ദേശസ്നേഹം ഉണ്ടാവും. നമ്മളിവിടെ അതിനേക്കാൾ ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് അത് മുന്നോട്ട് പോയിട്ടുണ്ട്. അത് വേറെ കാര്യം, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അതുള്ളപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ചാമ്പ്യനാകാൻ കോൺഗ്രസ്സുകാർക്ക് കിട്ടുമായിരുന്ന ഒരു അവസരമാണ് അത്. അതിന് പകരം ഗഗോയിനെ കൊടുക്കുന്നു, ബാക്കിയുള്ളവർ കൊടുക്കുന്നു, അവരെ എടുത്തിട്ട് പോകണം, ശശി തരൂരിനെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ ശശി തരൂർ വാസ് ക്ലീൻലി സെലക്റ്റഡ് ബൈ BJP ആൻഡ് നരേന്ദ്രമോദി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് പുറത്തേക്ക് പോയത്. അതേസമയം ആ അഡ്വാൻറ്റേജ് മുഴുവൻ ഇവർക്ക് എടുക്കാൻ കഴിയുമായിരുന്നു. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ശശി തരൂരിന് കൂടുതൽ കൊടുക്കേണ്ടി വരുമായിരുന്നു? അതുമില്ല. ശശി തരൂരിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഇപ്പോൾ പാർലമെൻ്ററി MP ആണ്. കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാർലമെൻ്ററി പാർട്ടി നേതാവായിട്ടോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ലീഡറായിട്ടോ ഒക്കെ വേണമെങ്കിൽ വെക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇനി അതൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും തരൂർ ഇതുകൊണ്ട് ഹാപ്പി ആകുമായിരുന്നില്ലേ? തരൂർ എന്താണെങ്കിലും 2024-26 ഇലക്ഷൻ ഇവിടെ മത്സരിച്ച് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കൂ ഈ ഒരു കാര്യം കൊണ്ട്? ഇല്ലല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളൊരു സിറ്റുവേഷനെ ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തിയെന്ന് മാത്രമല്ല, വീണ്ടും ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാഷ്ട്രീയമായി കിട്ടാവുന്നൊരു മൈലേജ് കൂടി ഇല്ലാതാക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത്, രാഹുൽ ഗാന്ധിയുമൊക്കെ ചെയ്യുന്നത്. അത് അങ്ങേയറ്റം തെറ്റായ ഒരു തന്ത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.